ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മെന്റൽ ഹെൽത്ത്. നമ്മൾ ഹെൽത്ത് എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്താണെന്ന് പഠിച്ചു അല്ലെ, ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇനി മെന്റൽ ഹെൽത്ത് എന്താണ്? ഈ മെന്റൽ ഹെൽത്ത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ, മെന്റൽ ഹെൽത്ത് എന്താണ്? അതാണ് പറയുന്നത്. എ സ്റ്റേറ്റ് ഓഫ് വെൽ ബീയിങ് വേർ ആൻ ഇൻഡിവിജ്വൽ റിയലൈസസ് ദെയർ പൊട്ടൻഷ്യൽ, can cope with normal stress of life, work productively, contribute to their community. അതായത് നമ്മൾ വെൽബീയിങ് ആയിട്ടിരിക്കുക എന്നാണ് ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു ഹെൽത്ത് എന്ന് പറയുന്നത് ഫിസിക്കലി മെന്റലിയും കൂടിയാണ് അല്ലെ. ഫിസിക്കൽ മാത്രമല്ല, മെന്റലും കൂടി, അതായത് നമ്മൾ മാനസികമായിട്ടും കൂടി ഹെൽത്തി ആയിട്ടിരിക്കുമ്പോഴാണ് ഒരാൾക്ക് ആരോഗ്യമുള്ള അല്ലെങ്കിൽ ഹെൽത്തി പേഴ്സൺ എന്ന് നമ്മൾ പറയുന്നത്. മെന്റലി ഒരാൾ ഫിറ്റ് അല്ല, ഫിസിക്കലി ഫിറ്റ് ആയതുകൊണ്ട് മാത്രം ഒരാൾ ഹെൽത്തി പേഴ്സൺ ആയിരിക്കില്ല. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം. അപ്പോൾ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മളെ ഓരോരുത്തരും സ്ട്രോങ് ആക്കുന്നതാണ് അല്ലെ. നമ്മൾ നമ്മുടെ പൊട്ടൻഷ്യൽ, നമ്മുടെ കഴിവിനെ നമ്മൾ തിരിച്ചറിയുന്നു. നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നോർമലി ലൈഫിൽ ഉണ്ടാകുന്ന സ്ട്രെസ് തിരിച്ചറിയാനും അതുമായിട്ട് നമുക്ക് കോപ്പപ്പ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നു. നമുക്ക് വർക്ക് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും പറ്റുന്ന ഒരു അവസ്ഥയാണ്. സാധാരണ രീതിയിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ മെന്റലി ഹെൽത്തി അല്ലാത്ത ഒരാളെ ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് സ്വന്തം ലൈഫ് തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരാൾ എങ്ങനെയായിരിക്കും സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത്? പറ്റില്ല. സോ മെന്റൽ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ്, കുട്ടികളെ സംബന്ധിച്ചായിട്ടായാലും മുതിർന്നവരെ സംബന്ധിച്ചായാലും. അതുപോലെ ആസ് എ ടീച്ചേഴ്സിനെ സംബന്ധിച്ചായാലും മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരു ടീച്ചർക്ക് മാത്രമാണ് നല്ല രീതിയിൽ കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകുന്നതിനും അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കാനും കുട്ടികളെ കുട്ടികളായി കണ്ട് പഠിപ്പിക്കാനും അവർക്ക് സാധിക്കുകയുള്ളൂ. ഗുഡ് മെന്റൽ ഹെൽത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സെൽഫ് അവയർനെസ് ആൻഡ് സെൽഫ് അക്സെപ്റ്റൻസ്. നമ്മൾ എന്താണെന്നും എങ്ങനെ ആയിരിക്കണം എന്നും നമ്മളായി തന്നെ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയാണിത്. ഇമോഷണൽ സ്റ്റെബിലിറ്റി. നമ്മുടെ ഇമോഷൻസിന് സ്റ്റേബിൾ ആക്കി വെക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് കരച്ചിലോ സങ്കടങ്ങളോ ഒക്കെ വന്നെങ്കിലും നമ്മൾ ഉള്ളിലടക്കി പുറത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അത് നമ്മളുടേത് മാത്രമാക്കി ഒതുക്കാനും അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷനെ അതിജീവിച്ച് മുൻപോട്ട് പോകാനും കഴിയുക എന്നുള്ളത്. റിയലിസ്റ്റിക് തിങ്കിങ് ആൻഡ് അഡാപ്റ്റബിലിറ്റി. നമ്മൾ റിയാലിറ്റിയിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ റിയാലിറ്റിയെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക, എന്തിനും അഡാപ്റ്റ് ചെയ്യുക. പോസിറ്റീവ് റിലേഷൻഷിപ്സിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക. പ്രത്യേകിച്ച് നമ്മൾ ഫ്രണ്ട് സർക്കിൾ എന്നൊക്കെ നമ്മൾ പറയും, ടോക്സിക് ആയിട്ടുള്ള ഫ്രണ്ട് സർക്കിളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കുക. അതായത് അതുപോലുള്ള റിലേഷൻഷിപ്സിൽ നിന്നൊക്കെ നമ്മൾ ഒഴിവായിട്ട് നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന ആളുകളുമായിട്ട് കൂടുതൽ നമ്മൾ മിങ്കിൾ ചെയ്യുക എന്നുള്ളത്. സെൽഫ് കോൺഫിഡൻസ് ആൻഡ് മോട്ടിവേഷൻ. സെൽഫ് കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ എപ്പോഴും നമുക്ക് പറ്റും, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും, അയ്യോ എനിക്ക് വയ്യ, ഈ ഒരു രീതിയിൽ ചിന്തിക്കാതെ എപ്പോഴും കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ സംസാരിക്കുക. നമ്മുടെ പ്രവൃത്തിയിലും സംസാരത്തിലും നമ്മുടെ കോൺഫിഡൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ബാലൻസ്ഡ് പേഴ്സണാലിറ്റി ആൻഡ് ഇമോഷണൽ കൺട്രോൾ. എവിടെയും നമുക്ക് ബാലൻസ് ചെയ്ത് പോകാൻ, അതായത് നമുക്ക് കൂടുതൽ ദേഷ്യം വരുമ്പോഴും അതിനെ ബാലൻസ് ചെയ്ത് നിർത്തുക. ഇമോഷണലി അതായത് നമ്മൾ വിഷമഘട്ടത്തിലാണെങ്കിലും നമ്മൾ അതിനെ കൂടുതലായിട്ട് അതിലേക്ക് ഇൻവോൾവ് ചെയ്യാതെ അതിനെ നമ്മൾ ബാലൻസ് ചെയ്ത് നിർത്തുക. ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൊമോട്ട്സ് ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ ബാലൻസ്, എൻഹാൻസസ് ലേണിംഗ് ആൻഡ് കോൺസെൻട്രേഷൻ, ബിൽഡ്സ് റിസൈലൻസ് ആൻഡ് കോപ്പിംഗ് ability, reduces anxiety and stress, improves social and family relationship. മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇമോഷണലി നമുക്ക് സൈക്കോളജിക്കലി നമുക്ക് ബാലൻസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നു. നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ലേണിങ്ങിനെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത്, കൂടുതൽ പഠിക്കുന്നതിനും അതല്ലെങ്കിൽ മറ്റുള്ളവരെ മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ മെന്റലി ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കോൺസെൻട്രേഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ആൻസൈറ്റി ഒക്കെ സ്ട്രെസ്സും നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ഫാമിലി ലൈഫിലായാലും അതുപോലെ സോഷ്യലി ആയാലും നമുക്ക് റിലേഷൻഷിപ്സ് ഒക്കെ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. ഇനി ഇതിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് മെന്റൽ ഹൈജീൻ. എന്താണ് മെന്റൽ ഹൈജീൻ?
നമ്മളിപ്പോൾ മെന്റൽ ഹെൽത്ത് പറഞ്ഞു. ഇനി മെന്റൽ ഹൈജീൻ എന്ന് വെച്ചാൽ എന്താണ്? അവിടെ മെന്റലി നമ്മൾ അല്ലെങ്കിൽ മൈൻഡിനെ നമ്മൾ ഹൈജീനിക് ആക്കി വെക്കുക എന്നുള്ളതാണോ? നമുക്കറിയാം മെന്റൽ ഹൈജീൻ എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത്, ഈ മെന്റൽ ഹൈജീൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മൈൻഡിനെ ഹൈജീനിക് ആക്കി വെക്കുക, റിലാക്സ് ആക്കി വെക്കുക, അല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ അവിടെ നിന്ന് പുറന്തള്ളുക എന്നുള്ളതാണ്. മെന്റൽ ഇൽനെസ്സിൽ നിന്നും അതുപോലെ തന്നെ നമ്മൾ മൈൻഡിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക, മൈൻഡിനെ നമ്മൾ സ്ട്രോങ് ആക്കി വെക്കുക. ഇതൊക്കെ നമുക്ക് എന്തിലൂടെയാണ് സാധിക്കുന്നത്? ത്രൂ എഡ്യൂക്കേഷനിലൂടെ, നമ്മുടെ ഹാബിറ്റ്സിലൂടെ, അതുപോലെ കൗൺസിലിങ്ങിലൂടെയൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. ഇനി മെന്റൽ ഹൈജീന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം എന്താണ്? പ്രിവെൻഷൻ ഓഫ് മെന്റൽ ഇൽനെസ്, അത് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ, അതിനെ പ്രയാസങ്ങളെ ഇല്ലാതാക്കുക. പ്രിസർവേഷൻ ഓഫ് മെന്റൽ ഹെൽത്ത്, പ്രൊമോഷൻ ഓഫ് ഇമോഷണൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്, ഡെവലപ്മെന്റ് ഓഫ് എ ബാലൻസ്ഡ് പേഴ്സണാലിറ്റി, അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ഫാമിലി, സ്കൂൾ ആൻഡ് സൊസൈറ്റി. മെന്റൽ ഹൈജീനിലൂടെ മാത്രമാണ് ഒരാൾക്ക് മെന്റലി ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ മെന്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ ചിന്തകള്, നമ്മളുടെ പ്രവൃത്തികള്, അതല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് മിങ്കിളിങ്, ഇങ്ങനെ ഇതെല്ലാം നമ്മുടെ മെന്റലി ഹൈജീനിക് ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ നല്ല ആളുകളുമായിട്ട് കൂടി സംസാരിക്കുക, നമുക്ക് നെഗറ്റീവ് എനർജി തരുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക, അതുപോലെ നെഗറ്റിവിറ്റി പ്രചരിപ്പിക്കുന്നവരിൽ നിന്നും മാറി നിൽക്കുക, നമുക്ക് ഇമോഷൻസിനെയൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതാണ്. അതിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെന്റൽ ഹൈജീൻ: ഡെവലപ്പ് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി. ഇമോഷണലി നമ്മൾ മെച്യൂർ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക, അതുപോലെ തന്നെ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് നടത്തുക. മെയിൻറ്റെയിൻ എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് റിയലിസ്റ്റിക് ഗോൾസ്. എപ്പോഴും പോസിറ്റീവായിട്ട് നമ്മൾ കാര്യങ്ങളെ കാണുവാൻ ശ്രമിക്കുക. നെഗറ്റീവ് എന്ന് വിചാരിച്ച് നമ്മുടെ ലൈഫിൽ എന്നും പോസിറ്റീവ് കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? നെഗറ്റീവായിട്ട് വന്നാലും അതിൽ എവിടെയെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ നെഗറ്റീവ്സിനെ നമ്മൾ മാറ്റി നിർത്തി പോസിറ്റീവിൽ കൂടുതൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളത്. ബിൽഡ് ഹെൽത്തി ഫാമിലി ആൻഡ് സോഷ്യൽ എൻവയോൺമെന്റ്. വീട്ടിലാണെങ്കിലും നമ്മൾ സോഷ്യലി ആണെങ്കിലും മറ്റുള്ളവരുമായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെ ഒരു എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. മാനേജ് സ്ട്രെസ് ആൻഡ് ഇമോഷൻസ് എഫക്റ്റീവ്ലി. സ്ട്രെസ്സും ഇമോഷൻസും എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യുക. ഏർലി ഐഡന്റിഫിക്കേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് മെന്റൽ ഇഷ്യൂസ്. നമുക്ക് എന്തെങ്കിലും മെന്റലി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് നേരത്തെ തന്നെ കണ്ടെത്തുകയും അതിന് വേണ്ട ഒരു ട്രീറ്റ്മെന്റ് നടത്തുകയും ചെയ്യും. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. നമ്മൾ കവർ ചെയ്തിരിക്കുന്നത് മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ.